എല്ലാവർക്കും ഹിസ്റ്ററി വിത്ത് നജ്മു എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇതെല്ലാവരും നല്ല ഹാപ്പിയായി പോസിറ്റീവ് മൈൻഡോടുകൂടിയാണെന്ന് കരുതുന്നു. കാരണം നമ്മുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തുന്നതിൽ നിന്നും നമ്മളെ പിന്തിരിപ്പിക്കുന്ന ഒരുപാട് നെഗറ്റീവായിട്ടുള്ള തോട്ട്സിനെ കുറിച്ചും തെറ്റിദ്ധാരണകളെക്കുറിച്ചുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്നും നിങ്ങളുടെ മൈൻഡ്സിലെ അത്തരം നെഗറ്റീവ് തോട്ട്സും തെറ്റിദ്ധാരണകളൊക്കെ നിങ്ങൾ മാറ്റി കംപ്ലീറ്റ് പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡോടുകൂടി ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങളെല്ലാവരും തയ്യാറായിട്ടുണ്ടെന്ന് തന്നെ കരുതുന്നു. ലക്ഷ്യങ്ങൾ ഏതും ആവട്ടെ, മീൻസ് സിവിൽ സർവീസ് തന്നെ ആവണമെന്നൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഈ വീഡിയോകളിലെ ക്ലാസ്സസ് സിവിൽ സർവീസിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ളതല്ല, അതിനെ കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് തന്നെ ശരിയാണ്. സിവിൽ സർവീസ് സിലബസുമായി റിലേറ്റഡ് ആണ്. ബട്ട് അതർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസിനും മറ്റുള്ള സ്കൂൾ കോളേജ് ലെവലിലൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഏതും തന്നെ ആവട്ടെ, അതിലേക്ക് എത്താൻ വേണ്ടി ആത്മാർത്ഥമായി പ്രയത്നിക്കുക. പിന്നെ പരാജയത്തെക്കുറിച്ചിട്ടുള്ള ഭയം നമ്മളെ ചിലപ്പോൾ അലട്ടിയിരിക്കും. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പരാജയങ്ങൾക്ക് ശേഷം വിജയിയായി തീരുന്ന ഒരാളുടെ വിജയത്തിനാണ് ഒരു പരാജയവും ഇന്നേ വരെ അറിയാതെ പെട്ടെന്ന് തന്നെ വിജയത്തിലേക്ക് എത്തുന്ന ഒരാളുടെ വിജയത്തേക്കാൾ മാധുര്യം കൂടുതൽ പരാജയങ്ങളിലൂടെ വിജയത്തിലെത്തുന്ന ഒരാളുടെ വിജയത്തിനാണെന്നുള്ള ഒരു വാസ്തവം നമ്മളേവരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഒരുപാട് മഹാന്മാർ അവരുടെ ചരിത്രം വായിച്ചു നോക്കിയാൽ ഞങ്ങൾക്കറിയാൻ പറ്റും. ഒരുപാട് പ്രതിസന്ധികളിലൂടെയും പരാജയങ്ങളിലൂടെയും ഒക്കെ കടന്നുപോയിട്ടും അവസാനം വിജയം കൈവരിച്ചവരാണ്. അങ്ങനെ ഒരുപാട് മഹാന്മാരെ കുറിച്ച് നമുക്കറിയാം. അതേപോലെയാണ് എന്നും വിജയം നമ്മുടെ പുറകെയുണ്ട്. പക്ഷേ നമ്മളെന്നും നമ്മളെ മൈൻഡ്, ലക്ഷ്യബോധം, ആ ഒരു ലക്ഷ്യം മാത്രമേ നമ്മളുടെ മനസ്സിലുണ്ടാവാൻ പാടുള്ളൂ. മറ്റുള്ള പരാജയങ്ങൾ എത്ര തന്നെ ഉണ്ടായാലും അതിലൊന്നും തന്നെ പതറാതെ നമ്മുടെ ലക്ഷ്യബോധത്തിലേക്ക് എത്താൻ വേണ്ടി ഉള്ള ഒരു മൈൻഡ്, ഒരു പോസിറ്റീവായിട്ടുള്ളൊരു മൈൻഡ് ഉണ്ടെങ്കിൽ വിജയം ശരിക്കും നമ്മുടെ കയ്യെത്തും, ദൂരത്ത് തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും സ്വപ്നങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്കിന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് നമ്മൾ സിലബസിലേക്ക് കടക്കാൻ പോവാണ്. ശരിക്കും സോഴ്സസ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന ചാപ്റ്ററാണ് ഇന്ന് ഞാനിവിടെ തുടങ്ങാൻ പോകുന്നത്. ശരിക്കും നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ ആദ്യമായി നമ്മൾ സോഴ്സസ് ഓഫ് ഹിസ്റ്ററി നിർബന്ധമായിട്ടും നമ്മൾ പഠിച്ചിരിക്കണം. കാരണം എങ്ങനെയാണ് പാസ്റ്റിലെ എവൻസിനെ കുറിച്ചിട്ടുള്ള ഹിസ്റ്ററി റീകൺസ്ട്രക്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നമുക്ക് എപ്പോഴും ഹിസ്റ്റോറിക്കൽ ഇത്തരം എവിഡൻസസ്, പാസ്റ്റിൽ ഉണ്ടായിരുന്ന ചില എവിഡൻസസിലൂടെ മാത്രമേ നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ശരിക്കും നമ്മൾ രണ്ട് തരം സോഴ്സസ് ആണ് പ്രധാനമായും ഹിസ്റ്റോറിക്കൽ റീകൺസ്ട്രക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്നത്. അതിൽ പ്രധാനമായും ആർക്കിയോളജിക്കൽ സോഴ്സസും പിന്നെ ലിറ്റററി സോഴ്സസുമാണ്. അപ്പോൾ ആർക്കിയോളജിക്കൽ സോഴ്സസിലെ ചില ഭാഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തുന്നത്. ആർക്കിയോളജിക്കൽ സോഴ്സ് അഥവാ ആർക്കിയോളജി എന്താണ്? നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, എന്തായിരിക്കും ആർക്കിയോളജി? ആർക്കിയോളജിക്കൽ സോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വെച്ചാൽ, ആർക്കിയോളജി മീൻസ് ദി സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ദി റിമൈൻസ് ഓഫ് ദി പാസ്റ്റ്. എന്ന് വെച്ചാൽ പാസ്റ്റ്, ഇപ്പം ആൻഷ്യൻ്റ് കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു മനുഷ്യർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന പല റിമൈൻസിനെയും നമ്മൾ സയൻറ്റിഫിക്കായിട്ടുള്ള പഠനങ്ങൾ നടത്തി അതിൽ നിന്നും ആ ജനതയുടെ സോഷ്യോ റിലീജിയസ് ആൻഡ് കൾച്ചറൽ എക്കണോമിക് ഹിസ്റ്ററി നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നതാണ് ശരിക്കും ആർക്കിയോളജി. അപ്പം അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന സോഴ്സസ് ആണ് ഇത്തരം റിമൈൻസ്. ആ റിമൈൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ,
ആ കാലഘട്ടത്തിലുള്ള മോണുമെൻറ്റ്സ് ആവാം, അഥവാ അവർ യൂസ് ചെയ്തിരിക്കുന്ന കോയിൻസ് ആവാം, പിന്നെ ആ കാലഘട്ടങ്ങളിലെ റൂളേഴ്സ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്ന ഇൻസ്ക്രിപ്ഷൻസ് ആവാം, അതേപോലെ അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന അതർ ഇക്വിപ്മെൻറ്റ്സ്, അവരുടെ പോട്രീസ്, പിന്നെ അവരുടെ ഗ്രേവ്സിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ, പിന്നെ അവരുടെ സ്കെൽറ്റൻസ്. ഇതിൽ നിന്നൊക്കെ ശരിക്കും അവരുടെ അവരുടെ ആ ലൈഫ് എന്തായിരുന്നു, ആ സൊസൈറ്റി എന്തായിരുന്നു എന്ന് നമുക്ക് ശരിക്കും റീകൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്തരം ഇൻസ്ക്രിപ്ഷനാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട. എല്ലാത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ട്, പക്ഷേ ഇൻസ്ക്രിപ്ഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇൻസ്ക്രിപ്ഷൻ എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും, എന്താണ് ഇൻസ്ക്രിപ്ഷൻ. ആക്ച്വലി ദി ഇൻസ്ക്രിപ്ഷനെ കുറിച്ച് പഠിക്കുന്ന ആ ഒരു ഇതിനെയാണ് എപ്പിഗ്രാഫി എന്ന് പറയുന്നത്. എപ്പിഗ്രാഫി എന്ന് വിളിക്കും. ആ പേര് എല്ലാവരും ഓർമ്മിച്ച് വെക്കുക നല്ലതാണ്. അപ്പോൾ എന്താണ് ഇൻസ്ക്രിപ്ഷൻ എന്ന് നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. ഇൻസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ ഓരോ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന റൂളേഴ്സ് അവരുടെ രാജശാസനങ്ങളൊക്കെ ഓരോ സർഫേസസിലൊക്കെ അവർ എഴുതി വെച്ചിട്ടും ഉണ്ടായിരുന്നു. അത് ചിലപ്പോൾ ചില പില്ലേഴ്സിലാകാം, ചില മോണുമെൻറ്റ്സിനും ആകാം, ചിലപ്പോൾ ചില റോക്ക് എഡിക്ട്സ് ആയിട്ടാകാം. അങ്ങനെ ചില ഇത്തരം ഇൻസ്ക്രിപ്ഷൻസിലൂടെ അവരുടെ ആ കാലഘട്ടത്തിലെ അഡ്മിനിസ്ട്രേഷനെ കുറിച്ചിട്ടും ആ സൊസൈറ്റിയെ കുറിച്ചിട്ടും അവരുടെ മിലിറ്ററി അച്ചീവ്മെൻറ്റിനെ കുറിച്ചിട്ടും കൾച്ചറൽ ലൈഫ് ആൻഡ് റിലീജിയസ് ലൈഫ്, അങ്ങനെ ഒരു മൾട്ടി ഡയമെൻഷനലായിട്ടുള്ള ഒരു ഹിസ്റ്ററി നമുക്ക് റീകൺസ്ട്രക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പറയാം. ഇപ്പം എങ്ങനെയാണ് നമുക്ക് ഇൻസ്ക്രിപ്ഷൻസിലൂടെ ഹിസ്റ്ററിയെ കുറിച്ചിട്ട് ആ പാസ്റ്റിനെ കുറിച്ചിട്ടുള്ളൊരു ലൈറ്റ് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഞാൻ പറയാം. ഫോർ എക്സാമ്പിൾ, നമ്മുടെ മൗര്യ ഗ്രേറ്റ് അശോക ചക്രവർത്തി, അദ്ദേഹം ഒരുപാട് ഇൻസ്ക്രിപ്ഷൻസും ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, അശോക ചക്രവർത്തിയെ അറിയാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. കാരണം അത്രയും ഒരു ഗ്രേറ്റ് റൂളറായിരുന്നു അശോക. ശരിക്കും പറയുകയാണെങ്കിൽ ഇൻസ്ക്രിപ്ഷൻസിൻ്റെ പഠനം കൂടാതെ ഒരിക്കലും തന്നെ മൗര്യൻ ഹിസ്റ്ററി പൂർണ്ണമാവുകയില്ല എന്ന് തന്നെ വേണം പറയാൻ. കാരണം മൗര്യൻ എംപയറിനെ കുറിച്ചിട്ടുള്ള കൂടുതലായിട്ടുള്ള വിവരങ്ങളും നമുക്ക് ഇത്തരം ഇൻസ്ക്രിപ്ഷൻസിലൂടെയൊക്കെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഉദാഹരണം, നമ്മുടെ നേപ്പാളിൽ നിന്നൊക്കെ കണ്ടെത്തിയ അശോകൻ എഡിക്ട്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ കാലം ഈ മൗര്യൻ എംപയർ ഹിമാലയൻ ഫുഡ് ഹിൽസ് വരെ വ്യാപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇത്തരം ഇൻസ്ക്രിപ്ഷൻസിൻ്റെ കണ്ടെത്തലുകൾ അത്തരം ആ എംപയറിൻ്റെ ഒരു പൊളിറ്റിക്കൽ ബൗണ്ടറിയെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ആ കാലഘട്ടത്തിൽ അവർ യൂസ് ചെയ്തിരുന്ന സ്ക്രിപ്റ്റിനെ കുറിച്ചും ലാംഗ്വേജിനെ കുറിച്ചിട്ടും ഒക്കെ വിശദമായ ഡീറ്റെയിൽസ് നമുക്ക് നൽകുന്നു. കൂടാതെ അശോക ചക്രവർത്തിയുടെ കാലഘട്ടത്തിൽ പ്രധാനമായും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ലാംഗ്വേജ് പ്രാകൃത ലാംഗ്വേജ് ആയിരുന്നെന്നും ബ്രഹ്മി സ്ക്രിപ്റ്റ് ആയിരുന്നെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത്തരം ഇൻസ്ക്രിപ്ഷൻസിലൂടെയാണ്. പിന്നെ ലുംബിനി ഇൻസ്ക്രിപ്ഷനിൽ നിന്നും അശോകയുടെ ലാൻഡ് റവന്യൂ പോളിസി. ഇപ്പോൾ ലാൻഡ് റവന്യൂ ബുദ്ധയുടെ ജന്മസ്ഥലമാണ് ലുംബിനി. അപ്പോൾ ലുംബിനി എന്ന് പറയുന്ന സ്ഥലത്തെ ലാൻഡ് റവന്യൂ കുറച്ചിട്ടുണ്ടായിരുന്നു എന്ന് ആ ഇൻസ്ക്രിപ്ഷനിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ പറയുകയാണെങ്കിൽ ഓവറോൾ ഇത്തരം ഇൻസ്ക്രിപ്ഷനിൽ നിന്നും ഇത്തരം ആ സൊസൈറ്റിയുടെ ഏതൊരു ഭാഗങ്ങളെ കുറിച്ചിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് തന്നെ വേണം പറയാൻ. അശോക ചക്രവർത്തി മാത്രമല്ല, അതർ റൂളേഴ്സും കൂടെ ജുനഗർ റോക്ക് എഡിക്ട്സിൽ നിന്നും രുദ്രദാമിൻ്റെ ജുനഗർ റോക്ക് എഡിക്ട്സിൽ നിന്നും നമുക്ക് സുദർശന ലേക്ക് കൺസ്ട്രക്ട് ചെയ്തത് ചന്ദ്രഗുപ്ത മൗര്യയാണ്. അത് പിന്നീട് അശോക ചക്രവർത്തിയുടെ കാലത്ത് റിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. അതേപോലെ സമുദ്രഗുപ്തയുടെ അലഹബാദ് പില്ലർ ഇൻസ്ക്രിപ്ഷൻ
നിന്നും അദ്ദേഹത്തിൻ്റെ മിലിറ്ററി അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് അറിവ് ലഭിക്കുകയുണ്ടായി. അങ്ങനെ ഈ ഇൻസ്ക്രിപ്ഷൻസിൻ്റെ പ്രാധാന്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്ക്രിപ്ഷനെ കുറിച്ചിട്ട് ഒരു ഏകദേശ ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കോയിൻസ് ആണ്. കോയിൻസിനെ കുറിച്ചിട്ട് പറയാം. കോയിൻസ് ശരിക്കും ഇന്ത്യയിൽ 6th സെഞ്ച്വറി BC ആദ്യമായി കോയിൻസ് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. പക്ഷേ ആ കാലത്തുണ്ടായിരുന്ന സിൽവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ പഞ്ച്മാർക്കഡ് കോയിൻസിൽ നിന്നും ഇത്തരം റീകൺസ്ട്രക്ഷൻ പറ്റിയ കൂടുതൽ എവിഡൻസസ് ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം അതിൽ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. യഥാർത്ഥത്തിൽ ഒരു 2nd സെഞ്ച്വറി BC ഇൻഡോ ഗ്രീക്ക് റൂളേഴ്സൊക്കെ ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരുപാട് ഗോൾഡ്, കോപ്പർ ആൻഡ് സിൽവർ കോയിൻസിൽ നിന്നും അവരുടെ റൂളേഴ്സിൻ്റെ പേരും അവരുടെ കോഡ്സിൻ്റെ പേരും അവരുടെ ഒരുപാട് കാര്യങ്ങൾ ആ കോയിൻസിൽ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നിന്നും ആണ് നമുക്ക് ഒരുപാട് സോഴ്സസ് കണ്ടെത്താൻ കഴിയുന്നത് എന്ന് തന്നെ വേണം പറയാൻ. പിന്നീട് ഓരോ രാജാക്കന്മാരുടെ കാലത്ത് ഉണ്ടായിരുന്ന കോയിൻസിൻ്റെ അവർ യൂസ് ചെയ്തിട്ടുള്ള ആ മെറ്റൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഗോൾഡ് കോയിൻസ് ഒരുപാട് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു റൂളർ കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം, നമുക്ക് ഊഹിക്കാം. കാരണം ആ രാജാവിൻ്റെ എക്കണോമിക് വ്യവസ്ഥ വളരെയധികം ഡെവലപ്ഡ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതേസമയം ഗോൾഡ് കോയിൻസ് ഇഷ്യൂ ചെയ്യുന്നത് വളരെ കുറച്ചും അതർ കോപ്പർ മെറ്റൽസൊക്കെ കൂടുതലായിട്ടുണ്ടെങ്കിൽ അവരുടെ സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ കോയിൻസും വളരെയധികം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. പിന്നെ ഈ കോയിൻസിനെ പഠനത്തെക്കുറിച്ചുള്ളൊരു പഠനശാഖയാണ് ന്യൂമിസ്മാറ്റിക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ വേർഡും എല്ലാവരും മറക്കാതെ ഓർമ്മിച്ച് വെക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതേപോലെ തന്നെ അതർ എവിഡൻസസ് മീൻസ് മോണുമെൻറ്റ്സ്, ബിൽഡിങ്സ്, വെപ്പൺസിൻ്റെ റിമൈൻസ്, ദെൻ പോട്രീസ്, ഗ്രേവ്സ്, സ്കെൽട്ടൻസ്, ഇതിൽ നിന്നൊക്കെ നമുക്ക് ആ ഒരു ആൻഷ്യൻ്റ് പാസ്റ്റിനെ കുറിച്ചിട്ട് ഒരു വിവരണം നമുക്ക് ലഭിക്കുന്നു. കൂടാതെ അവരുടെ സ്കെൽട്ടൻസിൽ നിന്നും ഒക്കെ അവർ ജീവിച്ച കാലഘട്ടത്തെക്കുറിച്ചിട്ടും അതിൻ്റെ കറക്റ്റ് ക്രോണോളജിക്കൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുന്നു തന്നെ വേണം പറയാൻ. പക്ഷേ ശരിക്കും പറഞ്ഞ ഹിസ്റ്ററി റീകൺസ്ട്രക്ഷനിൽ ആർക്കിയോളജിക്കൽ സോഴ്സസ് ആണ് ബഹുഭൂരിഭാഗവും പങ്ക് വഹിക്കുന്നത്. കാരണം ലിറ്റററി സോഴ്സസ് വഹിക്കുന്ന പങ്ക് വളരെ ചെറുതാണ്. കാരണം ശരിക്കും ലിറ്റററി സോഴ്സസ് നമുക്ക് ലഭിച്ചു തുടങ്ങിയത് വേദിക് ഏജ് മുതലുള്ളൊരു കാലഘട്ടത്തിലാണ്. അതിന് മുമ്പുള്ള ആൻഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററിയൊക്കെ കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ആർക്കിയോളജിക്കൽ സോഴ്സസ് മാത്രമായിരുന്നു ആകെ ഉണ്ടായിരുന്ന ഒരു വഴി. ശരിക്കും ഇന്ത്യയിൽ ഇത്തരം ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് ആദ്യമായി തുടങ്ങിയത് ഒരു 19ാം നൂറ്റാണ്ടിൻ്റെയൊക്കെ മധ്യത്തിലൊക്കെയാണ്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ 1861 സ്ഥാപിതമായി. അതോടുകൂടിയാണ് അലക്സാണ്ടർ കണ്ണിങ്ഹാമിൻ്റെ നേതൃത്വത്തിലാണ് ഇത്തരം എക്സ്കവേഷനൊക്കെ നടത്തിയത്. അങ്ങനെ ആൻഷ്യൻ്റ് ഇന്ത്യയുടെ റീകൺസ്ട്രക്ഷനിലുണ്ടായിരുന്ന പ്രതിസന്ധിയൊക്കെ മറികടക്കാൻ ഇത്തരം ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ വഴി കഴിഞ്ഞു എന്ന് തന്നെ വേണം പറയാൻ. അതേപോലെ തന്നെ ഈ ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ്റെ മറ്റൊരു പ്രാധാന്യം എന്ന് പറയുന്നത് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ലിറ്റററി സോഴ്സസിന് ചില പ്രോബ്ലംസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു രാജാവിൻ്റെ കോർട്ടിലുള്ള ഒരാൾ എഴുതിയിട്ടുണ്ട് ലിറ്റററി സോഴ്സസ് ആണെങ്കിൽ അത് ശരിക്കും ആ രാജാവിൻ്റെ പരാജയങ്ങളെ കുറിച്ചൊരിക്കലും മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. കാരണം കൂടുതലും അവരുടെ വിജയങ്ങളെ കുറിച്ചിട്ടും വായ്ത്തീറ്റൊക്കെ ആയിട്ടുണ്ടാവും പറഞ്ഞിട്ടുണ്ടാവുക. അങ്ങനെ ഒരുപാട് ഹൈഡിങ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇത്തരം ആർക്കിയോളജിക്കൽ സോഴ്സിൽ അങ്ങനത്തെ യാതൊരു പ്രോബ്ലംസും തന്നെ ഇല്ലെന്ന് തന്നെ വേണം പറയാൻ. അതേസമയം തന്നെ ആർക്കിയോളജിക്കൽ സോഴ്സസിനും ഉണ്ട് ചില ലിമിറ്റേഷൻസ്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇത്തരം എക്സ്കവേഷനിലൂടെ നമുക്ക് കണ്ടെത്തുന്ന ഈ ഡാറ്റാസ് പ്രിസർവ് ചെയ്യാമെന്ന് പറയുന്നത് വലിയൊരു ചാലഞ്ച് തന്നെയാണ്. കൺസർവ് ചെയ്യാനും പ്രിസർവ് ചെയ്യാനുമുള്ളൊരു ചാലഞ്ച് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ലിമിറ്റേഷൻസ്. വേറൊരു പ്രധാന ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്
ഇത്തരം ആർക്കിയോളജിക്കൽ എക്സ്കവേഷനിലൂടെ ഹിസ്റ്ററി റീകൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ ശരിക്കും ഒരുപാട് ടൈം എടുക്കുന്നൊരു ഇതാണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഇതിൻ്റെ ഒരു ലിമിറ്റേഷനായിട്ട് തന്നെ വേണം പറയാൻ. അങ്ങനെ ആർക്കിയോളജിക്കൽ എക്സ്കവേഷനെ കുറിച്ചിട്ട്, ആർക്കിയോളജിക്കൽ സോഴ്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലിടുക. പിന്നെ വീണ്ടും ഒരു കാര്യം പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ലിറ്റററി സോഴ്സസുമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ.